അസ്സലാമു അലൈക്കും. തൂക്കക്കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടോ നിങ്ങളെ വീട്ടിൽ? എന്നാലേ ഈ ഒരു ഫുഡ് നിങ്ങൾ ഉണ്ടാക്കിയാണ്ടൊന്ന് കൊടുത്തു നോക്കി. നിങ്ങളെ കുട്ടികൾ പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച ആ ഒരു തൂക്കം കുട്ടികൾക്ക് കിട്ടുട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ചൊക്കെ തൂക്കം ഉണ്ടെങ്കിലും രക്തമില്ലായ്മ, എപ്പോഴും ക്ഷീണം, ഒരു ഉന്മേഷക്കുറവ്, ഭക്ഷണം കഴിക്കാൻ മടി, അങ്ങനെയുള്ള കുട്ടികൾക്കും ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിട്ടോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ്. രക്തം വർദ്ധിക്കാനും എല്ലാത്തിനും പറ്റുന്ന അടിപൊളി ഫുഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ഒന്ന് ചെയ്തിട്ട് കണ്ടോളിട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്താളി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. കാരണം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ കുഞ്ഞു മക്കളൊക്കെ. മക്കളില്ലാത്ത വീട് എന്തിനാ നല്ലതെന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. ശരി തന്നെയാണ്. അപ്പോൾ ഈ സ്വന്തമായിട്ടുള്ള മക്കളില്ലെങ്കിലും മക്കളെ ഒക്കെ ആയിട്ട് ഇത്തരം പ്രശ്നങ്ങളുള്ള മക്കളുള്ള വീട്ടിൽ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കട്ടോ. ഇതിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 6 മാസം മുതൽ ഏകദേശം ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്കിത് കൊടുക്കുകയും ചെയ്യാം. അവരാണെങ്കിലും അത് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും വേണമെന്ന് പറയുകയും ചെയ്യും. കാരണം അത്രക്കും അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് നട്ട്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നല്ല നല്ല നട്ട്സുകളാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കുട്ടികളുടെ വളർച്ചക്കും ബുദ്ധിക്കും എല്ലാത്തിനും പറ്റുന്ന അടിപൊളി ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു 3-4 ബദാം, പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെന്താ ഈന്തപ്പഴം, പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന അവൽ. അപ്പോൾ അവലൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല മട്ട അവൽ തന്നെ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. കാരണം നമ്മളെ കുട്ടികൾക്ക് കൊടുക്കല്ലേ, ഒരു സാധാ ഫുഡല്ലല്ലോ, ഒരു അടിപൊളി വെറൈറ്റി ഫുഡാണ്. നമ്മൾ മക്കളൊക്കെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എത്രയോ ആളുകളുണ്ട്. തൂക്കക്കുറവാന്നൊക്കെ കാണുമ്പോൾ മെഡിസിനൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അതൊന്നും നിങ്ങൾ ചെയ്യല് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ കുട്ടികൾക്ക് തന്നെ ദോഷം ചെയ്യും. ഒരുപാട് തൂക്കം അങ്ങനെയൊന്നും കൂടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ടിട്ട് ഒരു 2 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്തിട്ടോ. അപ്പോഴേക്കും അവലൊക്കെ നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് വെള്ളമൊന്നും ഇല്ലാതായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ബദാം, നട്സുകളുടെ കൂട്ടത്തിൽ രാജാവാണ് കേട്ടോ ഈ ബദാം. രാജാവ് എന്ന് പറയാനത് നല്ല വിലയാണ്. പക്ഷെ വിലയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കുഞ്ഞു മക്കൾക്ക് വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ബദാമൊക്കെ. ഇനിയിപ്പോൾ എത്ര തന്നെ നമ്മൾ കുട്ടികൾക്ക് ഫുഡുകളൊന്നും ഉണ്ടാക്കി കൊടുക്കണില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, സാധാരണ മുലപ്പാൽ മാത്രമേ കൊടുക്കുള്ളൂ 2 വയസ്സ് വരെയെന്നെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാൽ ഒരു 3 ബദാമൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലോണം അരച്ചിട്ട്, അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മിമേലിട്ടിട്ട് അരച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അരക്കാം. പക്ഷെ 3 എണ്ണമൊക്കെ ആകുമ്പോൾ അത് അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ അമ്മിമേലൊക്കെ ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പത്തെ ആ ഒരു ഹെൽത്തി ഇത് കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ അരച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കണത് നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് വെറുതെ വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ. ചില ആരോഗ്യമില്ലാത്ത ശരീരത്തിനാണ് വേഗം അസുഖം വന്ന് കയറുക. കുട്ടികളായാലും വലിയവരായാലും ഒക്കെ അസുഖം വേഗം വരുന്നത് ഓർക്ക് ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ആരോഗ്യം ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താ? ഫുഡിൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഒരു അസുഖം ഇല്ലെങ്കിലും ചിലർക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ശരിയായ രീതിയിലുള്ള വേണ്ടപ്പെട്ട രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ബദാമൊക്കെ നമ്മൾ ഇതുപോലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചേർക്കട്ടോ. ഞാനിപ്പോൾ ഒരു 3-4 ബദാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്, അതുപോലെ തന്നെ ആ ഒരു അണ്ടിപ്പരിപ്പും ബദാമും ഈന്തപ്പഴം കൂടി വെള്ളത്തിട്ട് വെച്ചാൽ വെള്ളമൊന്നും കളയാതെ ആ ഒരു വെള്ളവും ഈന്തപ്പഴം എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ അതുപോലെ തന്നെ അവലിൽ പിന്നെ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ. കാരണം അവലത്തെ വെള്ളമൊക്കെ അവൽ തന്നെ കുടിച്ചിട്ടുണ്ട്. എന്നാലും ഇത് നമ്മൾ നല്ലോണം അരച്ചെടുക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ ഏതായാലും അതൊക്കെ നല്ല പോലെ ഒന്ന് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ ചട്ടി വെക്കാതിരിക്കുക. അതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പാത്രം തന്നെ എടുത്തോളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് നെയ്യ്. അപ്പോൾ ഈ ഒരു നെയ്യ് കഴിക്കാൻ കുഞ്ഞു മക്കളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നെയ്യ് സ്കിപ്പ് ചെയ്യാട്ടോ. കുഞ്ഞു മക്കളെന്ന് പറഞ്ഞാൽ ഏകദേശം
ഒരു 6 മാസം പ്രായം മുതൽ ഒരു 1.5-2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ നെയ്യ് സ്കിപ്പ് ചെയ്യണതായിരിക്കും നന്നാവുക. കാരണം അവർക്ക് വയറിന് പിടിക്കാതിരിക്കും. അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഒരു നുരുമ്പൊക്കെ എടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ 2 വയസ്സ് മുതൽ ഒരു 10-12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 5 വയസ്സ് വരെയൊക്കെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. 5 മുതൽ 10 വയസ്സ് വരെ 12 വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്തോളൂ കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ കുട്ടികൾക്ക് നെയ്യ് നല്ലതാണ്. പശുവിൻ്റെ നെയ്യ് തന്നെ എടുക്കുക. അല്ലാത്ത വെജിറ്റബിൾസ് ഓയിലോ നെയ്യോ ഒന്നും ചേർക്കരുത് കേട്ടോ. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ നമ്മൾ ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇതാ കുറച്ചൊന്നും ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം പശുവിൻ പാൽ ഒഴിച്ചെടുക്കാം. പശുവിൻ പാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും ആഡാക്കാം. പക്ഷേ പശുവിൻ പാലിനേക്കാളും ടേസ്റ്റ് തേങ്ങാപ്പാലാണ്. എന്നാലും ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ നെയ്യിനെ പറഞ്ഞല്ലോ, ആ നെയ്യ് പോലെ തന്നെയാണ് കുഞ്ഞു മക്കൾ 6 മാസം പ്രായമുള്ള കുട്ടികൾക്ക് മുതൽ നമ്മളിത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കുട്ടികൾക്കൊന്നും തേങ്ങാപ്പാൽ വയറിന് അത്ര അങ്ങോട്ട് പിടിക്കൂല കേട്ടോ. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കുറച്ചൊന്ന് കൊടുത്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു തേങ്ങാപ്പാലിനും നെയ്യിനും നിങ്ങൾക്ക് കുഴപ്പമൊന്നും കാണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി. അല്ലാന്നുണ്ടെങ്കിൽ പശുവിൻ പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇത് നല്ലോണം തിക്കായിട്ട് കുറുകി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ ഒന്നും കൂടെ കുറുക്കി കഴിഞ്ഞാൽ ഇത് ചൂടാറുന്ന സമയത്ത് നല്ലോണം കട്ടാവും. നല്ലോണം കട്ടായി കഴിഞ്ഞാൽ വലിയ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ ഇത് കണ്ടില്ല. അപ്പോൾ ഏകദേശം ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ നിൽക്കുന്നത്. നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 വയസ്സായ കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ തന്നെ കൊടുക്കാം. അതല്ല ചെറിയ 6 മാസമായ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യണ കുറച്ചും കൂടെ മുമ്പായിരിക്കണം കേട്ടോ. നല്ലോണം ലൂസായിട്ടിരിക്കുന്ന സമയത്താകുമ്പോൾ ചൂടാറിയാലും നല്ലോണം ഇതുപോലെ തിക്കാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടം. ഇനിയിപ്പോൾ അഥവാ ഇതുപോലെ തിക്കായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ നല്ലോണം ലൂസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാരക്ക് വേണ്ടിയിട്ട് ഒന്നും മധുരത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കണില്ല. ആ ഒരു ഈന്തപ്പഴം തന്നെയാണ്. അപ്പം ചില മക്കൾക്ക് നല്ലോണം വെയിറ്റ് കൂടാനൊക്കെ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ തൂക്കം കൂടാനൊക്കെ ഈന്തപ്പഴം കുറച്ചും കൂടി ഒരു 4-5 ചുളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഒരു കുഴപ്പമില്ല ചേർക്കണീന്. ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിലാണ് ഈന്തപ്പഴം കുറച്ച് കൂടുമ്പോഴൊക്കെ പ്രശ്നമുള്ളൂ. അത് കുഞ്ഞു മക്കളാകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഈന്തപ്പഴം എത്രയും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർക്കുക. ഇനിയിപ്പോൾ ഈന്തപ്പഴം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് കൽക്കണ്ടി കേട്ടോ. കൽക്കണ്ടി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണമാണല്ലോ. കുറച്ച് കൽക്കണ്ടി ചേർക്കുക നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട്. പക്ഷേ പഞ്ചസാര നിങ്ങൾ ഒരിക്കലും ചേർക്കരുത് കേട്ടോ. കാരണം നമ്മൾ കുട്ടികൾ തടിക്കട്ടെ, പഞ്ചസാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ഒരുപാട് തടിക്കും. പക്ഷേ ചെറുപ്പത്തിലേ ഒരുപാട് മധുരം കുട്ടികൾക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രായമാകുമ്പോഴേക്കും അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. ഈ പഞ്ചസാരയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലുകളുടെ ശക്തിയും ബലവും ഒക്കെ കുറക്കുന്ന സംഭവമാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഏത് മധുരമാണെങ്കിലും, ഇനി കൽക്കണ്ടാണെങ്കിലും പനഞ്ചക്കരയൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ എടുക്കാമെന്നല്ലാതെ ഓവറായിട്ട് അതൊന്നും കുട്ടികൾക്ക് കൊടുക്കണ്ട കേട്ടോ. കുട്ടികൾ കാഴ്ചക്കൊക്കെ നല്ല ഉഷാറായിട്ട് കാണും. പക്ഷെ അവർക്ക് ഭാവി കുറച്ചങ്ങോട്ട് വലുതാകുമ്പോഴേക്കും അവർക്ക് ഇപ്പോൾ 50, 60, 70 വയസ്സിലുള്ള ആളുകളുടെ ആ ഒരു അസുഖങ്ങളൊക്കെ ചെറിയ കുട്ടികളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മളിത് ചേർത്ത സംഭവങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, ബദാമാണ്. ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണല്ലോ നട്സ്. നല്ല കൊഴുപ്പിൻ്റെ ഉറവിടാണ് ഈ നട്സ്. പല അസുഖങ്ങളെയും ചെറുത്ത് ശരീരത്തിന് ആരോഗ്യം നൽകാനുള്ള നല്ലൊരു വഴിയും കൂടിയാണ് ഈ നട്സ് കഴിക്കണതൊക്കെ. അപ്പോൾ ഈ ഒരു ഗുണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയോല് നല്ലോണം ഇത് കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ വലിയോൽക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും നല്ലോണം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണ വസ്തു തന്നെയാണ് ഈ ഒരു ബദാം. എല്ലാ ആരോഗ്യ ഗുണങ്ങളും ഈ ഒരു ബദാമിലുണ്ടായിരുന്നു. പക്ഷെ ഇത് കുട്ടികൾക്ക് നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈന്തപ്പഴത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈന്തപ്പഴം എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇഷ്ടംപോലെ കഴിക്കുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ നല്ലോണം കൊടുക്കാറുണ്ട് അല്ലേ. ഈ കുട്ടികൾക്കുണ്ടല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ വിറ്റാമിൻ B6, ഫൈബർ, പൊട്ടാസ്യം, മഗ്നീഷ്യം, കോപ്പർ, മാഗ്നീസ്, അയൺ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഈ ഈന്തപ്പഴത്തിലുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇനിയിപ്പോൾ എന്തായാലും കിട്ടാൻ ബാക്കി. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈന്തപ്പഴം. അപ്പോൾ എന്തായാലും നിങ്ങൾ ബേബി ഫുഡിൽ ഈ ഒരു ഈന്തപ്പഴം നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കണം.
വിറ്റാമിനുകളുടെയും പോഷകങ്ങളുടെയും ഒക്കെ കലവറയാണ് ഈന്തപ്പഴം. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെന്താ വെച്ചാൽ ഈ അയൺ ഉണ്ടല്ലോ, അയൺ കുറവുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചേർത്തിക്കണേ, ഈ ഒരു ഫുഡിൽ അതൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ ഒരു ഫുഡിൽ കിട്ടും. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിനെ കുറിച്ച് പറയാനില്ല, പക്ഷെ അതൊന്നും ഓവറാവരുത് കേട്ടോ. ഈ അണ്ടിപ്പരിപ്പൊന്നും ഓവറായിട്ട് കുട്ടികൾക്ക് കൊടുക്കരുത്. ചില ആളുകളുണ്ട് 1/2 കിലോ ഈ അണ്ടിപ്പരിപ്പൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്കാണ് കൊടുക്കുക. അതുപോലെ ഇഷ്ടം പോലെ കഴിക്കട്ടെ, അവർ വലിയ ആരോഗ്യവാന്മാരാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. കുറച്ച് മാത്രമേ കുട്ടികൾക്കൊക്കെ ഒരു ദിവസം അണ്ടിപ്പരിപ്പൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഒരു 3 or 4 കൂടിപ്പോയ ഒരു 7 അത്രയൊക്കെ കൊടുത്താൽ മതിയിട്ട്, ഒരു 10 വയസ്സായ കുട്ടികൾക്കൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാലും വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഇത് അയച്ചു പിടിക്കട്ടോ. കാരണം എല്ലാവരും ബേബി ഫുഡൊക്കെ പുറത്തുനിന്ന് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങി ഒരുപാട് അസുഖങ്ങൾ വരുത്തുന്നതാണ്. ഇത് കുട്ടിയെ കൊടുക്കി.